ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ ഇന്നും പതിവ് പോലെ ഒരു പുതിയൊരു അടിപൊളി സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കേട്ടാലോ? സമയം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിയുടെ വാതിലിന് മുന്നിൽ ഒരു കാൽപെരുമാറ്റം ഞാൻ ശ്രദ്ധിച്ചു. അമ്മയായിരുന്നു അത്. അമ്മ വാതിലിൽ 2 പ്രാവശ്യം മുട്ടി. എന്നിട്ട് അകത്ത് കടക്കാതെ പറഞ്ഞു, മോനെ മോനെ ചന്തു, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കുക. ഞാൻ പതിയെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് വാതിൽ തുറന്നു. അമ്മ അവിടെ ഒന്നും കണ്ടില്ല. ഞാൻ അവിടെ നിന്ന് ഡൈനിങ് ഹാളിലോട്ട് പോയി. അവിടെ മേശപ്പുറത്ത് എനിക്കുള്ള ചോറും കറിയും എടുത്ത് വെച്ചിട്ടുണ്ടായി. ഞാൻ പ്ലേറ്റ് എടുത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ച് പ്ലേറ്റൊക്കെ കഴുകി വെച്ചു. അമ്മയുടെ റൂമിലോട്ട് പോയി കതക് തട്ടി. അമ്മേ. ആ എന്താ മോനെ? അമ്മ കഴിച്ചോ? ഇല്ല മോനെ, ഞാൻ പിന്നെ കഴിച്ചോളാം, മോൻ പൊക്കോ. അമ്മയ്ക്ക് എന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്നെ ഒഴിവാക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. ശരി അമ്മേ എന്നു പറഞ്ഞുകൊണ്ട് ഞാൻ റൂമിലോട്ട് പോയി. അമ്മ മൂളിയതേ ഉള്ളൂ. ഞാൻ എൻ്റെ ബെഡിൽ നേരെ പോയി കിടന്നുറങ്ങി. വൈകിട്ട് ഒരു 4 മണി ആയപ്പോൾ എണീറ്റ് അമ്മയുടെ റൂമിൻ്റെ പുറത്ത് നിന്നിട്ട്, അമ്മേ ഞാൻ കളിക്കാൻ പോവാ എന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ ഗ്രൗണ്ടിൽ പോയി കളിച്ചു. നേരം വൈകിയാണ് വീട്ടിൽ വന്നത്. വീട്ടിലെത്തിയപ്പോൾ ഒരു 7-7:30 കാണും. എന്നെ കണ്ടപ്പോൾ എനിക്ക് മുഖം തരാതെ അമ്മ നടക്കുന്നത് ഞാൻ കണ്ടു. അമ്മ എന്നോടൊന്നും ചോദിച്ചില്ല, ഞാനൊന്നും പറഞ്ഞുമില്ല. ഞാൻ അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടെന്ന് കരുതി എൻ്റെ റൂമിൽ പോയി കുളിച്ചു. പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു. രാത്രി ഒരു 10 മണി ആവാറായി കാണും. അമ്മ വാതിലിൽ വന്ന് വീണ്ടും മുട്ടി. ഭക്ഷണം എടുത്ത് വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് പോയി. ഞാൻ ബുക്കൊക്കെ എടുത്ത് വെച്ചു. കൈയൊക്കെ കഴുകി കഴിക്കാൻ വന്നിരുന്നു. അവിടൊക്കെ അമ്മയെ നോക്കിയെങ്കിലും അവിടെ ഒന്നും അമ്മയെ കാണാനുണ്ടായില്ല. ഭക്ഷണം കഴിച്ച് പ്ലേറ്റൊക്കെ കഴുകി ഞാൻ അമ്മയുടെ റൂമിലോട്ട് പോകാൻ തീരുമാനിച്ചു. എന്നിട്ട് റൂമിലോട്ട് നടക്കവേ എൻ്റെ മനസ്സ് എന്നോട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ മനസ്സിനെ കേൾക്കാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ റൂമിലോട്ട് തിരിച്ചു നടന്നു. ഞാൻ റൂമിൽ പോയി എൻ്റെ ടീഷർട്ട് ഊരി ഷോർട്ട്സ് മാത്രം ഇട്ട് കിടന്നു. ഫാൻ ഫുൾ സ്പീഡിലിട്ടു. കുറേ നേരം കഴിഞ്ഞിട്ടും എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി. ഒരു രക്ഷയില്ല. എനിക്ക് എൻ്റെ അമ്മ ഓർമ്മ വന്നു. നേരത്തെ കണ്ട ആ രംഗം എൻ്റെ തലയിൽ മാറി മറിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ എന്താ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും അല്ലേ? അല്പം ഫ്ലാഷ് ബാക്കിലേക്ക് വരാം. ഞാൻ സന്ദീപ്. അച്ഛനും അമ്മയും എന്നെ ചന്തു എന്ന് വിളിക്കും. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പഠിക്കുന്ന സമയം ചില കാര്യങ്ങളൊക്കെ നടന്നതാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം എന്നെക്കുറിച്ച് പറയാം. പേര് നേരത്തെ പറഞ്ഞല്ലോ. വയസ്സ് 16 കഴിഞ്ഞു. നിഷ്കളങ്കനായ ഒരു 16-കാരൻ. നിങ്ങളാരും പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. ഈ പ്രായത്തിലുള്ള ഒരു കുൽസിത പ്രവൃത്തിയും ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല. പരമാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കന്യകൻ എല്ലാ അർത്ഥത്തിലും. എൻ്റെ കൂട്ടുകാരൊക്കെ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുന്ന പല കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കെന്തോ ഒരു തെറ്റ് ചെയ്യുന്ന പോലെ കുറ്റബോധം ഉള്ളത് കൊണ്ടോ അതോ ഭാവിയിൽ കിട്ടാനിരിക്കുന്ന സൗഭാഗ്യത്തിന് വേണ്ടിയോ എന്നറിയില്ല, എനിക്കതൊന്നും ചെയ്യാൻ ആ സമയത്തൊന്നും തോന്നിയിരുന്നില്ല. കൊല്ലം ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിലായിരുന്നു ഞങ്ങളുടെ വീട്. വീട്ടിൽ ഞാൻ, അച്ഛൻ, അമ്മ എന്നിവരെ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ രാജേന്ദ്രൻ അബുദാബിയിൽ ഇൻഡസ്ട്രിയിൽ ഏരിയ സൂപ്പർവൈസറാണ്. എല്ലാ വർഷവും 30 ദിവസത്തെ ലീവിന് അച്ഛൻ വീട്ടിൽ വരാറുണ്ട്. ഞാൻ നന്നായി പഠിക്കുന്ന സൽസ്വഭാവിയായ കുട്ടിയായതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എങ്കിലും എനിക്കൊരു അനിയനോ അനിയത്തിയോ ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ വിഷമം വരാറുണ്ട്. എങ്കിലും അവരുടെ സ്നേഹം മൊത്തം എനിക്കല്ലേ ലഭിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷം തോന്നും. എൻ്റെ എന്താഗ്രഹം പറഞ്ഞാലും എൻ്റെ അച്ഛനും അമ്മയും സാധിച്ചു തരുമായിരുന്നു. ഇനി നമ്മുടെ കഥയിലെ നായികയെക്കുറിച്ച് പറയാം. എൻ്റെ അമ്മ നന്ദിനി. 39 വയസ്സ് പ്രായം. അമ്മ MCom വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും ജോലിക്കൊന്നും പോയിരുന്നില്ല. ഒരു നല്ല കുടുംബിനി ആയിരിക്കാനാണ് അമ്മ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. എൻ്റെയും അച്ഛൻ്റെയും കാര്യങ്ങൾ നോക്കി സന്തോഷവതിയായി ഇരിക്കാനായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം.
അമ്മയുടെയും അച്ഛൻ്റെയും കല്യാണത്തിന് മുമ്പ് അമ്മ ശരിക്കും ഒരു സ്ലിം ബ്യൂട്ടി ആയിരുന്നു. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് എന്നെ പ്രസവിച്ചതോടുകൂടി അമ്മ കുറച്ചുകൂടി തടി വെച്ചു. സൈസൊക്കെ വലുതായി. വെളുത്ത നിറമായിരുന്നു അമ്മയ്ക്ക്. ഒരു 5 ഇഞ്ച് 5 അടി പൊക്കം. അമ്മയുടെ നിതംബം വരെ വീണ് കിടക്കുന്ന കാർക്കൂന്തൽ. അമ്മയെ കാണാൻ ശരിക്കും അങ്കമാലി ഡയറീസിൽ സിനിമയിലെ ലിച്ചിയെ പോലെയാ. എൻ്റെ അമ്മയോട് എനിക്ക് അതുവരെ മറ്റൊരു തരത്തിലുള്ള വികാരവും തോന്നിയിരുന്നില്ല, സ്നേഹമല്ലാതെ. പക്ഷേ അതിനൊക്കെ മാറ്റം വരാൻ പോകാനെന്ന് ഞാനും അമ്മയെ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ കോള് വന്നു ഗൾഫിൽ നിന്നും. അച്ഛന് ലീവ് കിട്ടേണ്ട സമയമായിരുന്നു അത്. അച്ഛൻ പോയിട്ടിപ്പോൾ 1 വർഷം കഴിഞ്ഞിരുന്നു. പക്ഷേ വിസയുടെ എന്തോ കോംപ്ലിക്കേഷൻ കാരണം അച്ഛന് ലീവ് കിട്ടിയില്ല. ഇനിയും 1 കൊല്ലം കഴിഞ്ഞ് ലീവ് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാ അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. അത് കേട്ടതിന് ശേഷം അമ്മ വളരെ വിഷമത്തിലായിരുന്നു. ഞാൻ അമ്മയെ ആശ്വസിപ്പിക്കാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. സ്കൂളിലെ കാര്യങ്ങളും പഠിപ്പിൻ്റെ കാര്യങ്ങളും എല്ലാം. അമ്മ അതൊക്കെ കേട്ടുകൊണ്ടിരുന്നെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടായില്ല. ഞാൻ അമ്മയോട് വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്തൊക്കെ സംസാരിച്ചിട്ടും അമ്മ ഓക്കെ ആകുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ അമ്മയെ പതിയെ ബാക്കിൽ നിന്നും ചെന്ന് കെട്ടിപ്പിടിച്ച് കവിളിലൊരു ഉമ്മ കൊടുത്തു. അമ്മ പെട്ടെന്ന് എൻ്റെ കൈ ചേർത്ത് പിടിച്ച് കരഞ്ഞു. അമ്മ കരയുന്ന കണ്ടപ്പോൾ ഞാനും കൂടെ കരഞ്ഞു. ഞാൻ പതുക്കെ വിക്കി വിക്കി അമ്മയോട് പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ വിസ ശരിയായ എങ്ങനെയെങ്കിലും ലീവ് എടുത്ത് വരും. അമ്മ വിഷമിക്കണ്ട കേട്ടോ. ഈ ചന്തുവില്ലേ അമ്മയ്ക്ക്? ഇത് കേട്ട അമ്മ കണ്ണൊക്കെ തുടച്ചിട്ട് എൻ്റെ കയ്യിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മോന് വിഷമമായോ അമ്മ കരഞ്ഞപ്പോൾ? സോറി ചന്തുക്കുട്ട, അച്ഛന് വരാൻ പറ്റില്ലെന്നറിഞ്ഞപ്പോൾ എന്തോ പെട്ടെന്ന് അമ്മയ്ക്ക് വല്ലാത്ത വിഷമം വന്നു. അതെനിക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നു ചന്തു. മോന് വിഷമമായെങ്കിൽ സോറി, വെരി സോറി എന്ന് പറഞ്ഞ് അമ്മ എൻ്റെ നെറുകയിൽ ഉമ്മ തന്നു. ഞാൻ അമ്മയുടെ തലയിൽ പതുക്കെ തലോടി അവിടെ നിന്നും എൻ്റെ റൂമിലോട്ട് പോയി. അന്ന് രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടക്കാൻ ഞാൻ എൻ്റെ റൂമിലോട്ടും അമ്മ പാത്രമൊക്കെ കഴുകി വെക്കാൻ അടുക്കളയിലോട്ടും പോയി. ഞാൻ റൂമിൽ പോയി കിടന്ന് ആലോചിച്ചു. അമ്മയ്ക്ക് വളരെ വിഷമമായിട്ടുണ്ട് അച്ഛനെ കാണാതെ. അല്ലെങ്കിലും 2 വർഷമൊക്കെ ഭർത്താവിനെ കാണാതിരിക്കുന്നത് ഏത് സ്നേഹമുള്ള ഭാര്യയ്ക്കും വിഷമം ഉണ്ടാകുന്നത് തന്നെയാണ്. ഞാൻ അങ്ങനൊരു കാര്യം തീരുമാനിച്ചു. ഇന്ന് എൻ്റെ പാവം അമ്മയെ രാത്രിയിൽ ഒറ്റയ്ക്ക് കിടത്തണ്ട, അമ്മയ്ക്ക് ഒരു കൂട്ടായി പോയി കിടക്കാം. അങ്ങനെ ഒരു 11 മണിയായപ്പോൾ ഞാൻ എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ബുക്കൊക്കെ എടുത്ത് വെച്ച് അമ്മയുടെ റൂമിലോട്ട് പോയി. എൻ്റെ മുറിയേക്കാളും വലിയ മുറിയാണ് അമ്മയുടെ അച്ഛൻ്റെയും. ഞാൻ കതക് തുറന്ന് അവിടേക്ക് ചെന്നപ്പോൾ അമ്മ റൂമിൽ ബെഡിൽ കിടക്കായിരുന്നു. ഒരു റെഡ് കളർ കോട്ടൺ മാക്സി ആയിരുന്നു അമ്മ ധരിച്ചിരുന്നത്. എന്നെ കണ്ട ഉടനെ അമ്മ ചോദിച്ചു, എന്തു പറ്റി ചന്തു? ഞാൻ അമ്മയെ നോക്കി പറഞ്ഞു, ഞാൻ ഇന്ന് അമ്മയുടെ അടുത്ത് കിടന്നോട്ടെ. അതിനെന്താ ചന്തു, മോൻ അമ്മയുടെ അടുത്തേക്ക് വായോ. ഞാൻ പതിയെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് കിടക്കയിൽ അമ്മയുടെ അടുത്തായി ഇരുന്നു. അമ്മ പതുക്കെ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അമ്മ കിടന്നിടത്ത് നിന്നും കുറച്ച് നീങ്ങി എനിക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി. എന്നിട്ട് എന്നോട് അടുത്ത് കിടന്നോളാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ഞാൻ പതുക്കെ അമ്മയുടെ അടുത്ത് കിടന്നു. അമ്മ അമ്മയുടെ ഇടത് കൈ എൻ്റെ വയറിന് മുകളിലൂടെ ഇട്ടു. എന്നിട്ട് വലത് കൈ കൊണ്ട് എൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ചന്തു, എൻ്റെ മോൻ എന്താ അമ്മയോട് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നേ? ആ വിഷമത്തിൽ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആവോ അമ്മേ, ഞാൻ അമ്മയുടെ വിഷമം കണ്ടിട്ട് എന്തെങ്കിലും കുറവ് വരട്ടെ എന്ന് കരുതി എന്തൊക്കെയോ പറഞ്ഞതാ. തൻ്റെ മകന് തന്നോടുള്ള കെയറിങ് കണ്ട് അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും ഇഷ്ടവും തൻ്റെ മകനോട് തോന്നി. അവൾ തൻ്റെ മകൻ്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് തൻ്റെ മകനെ തന്നിലേക്ക് ഒന്നുകൂടി അടുപ്പിച്ച് കെട്ടിപ്പിടിച്ചു. അവളുടെ നെഞ്ച് അവൻ്റെ ദേഹത്ത് മുട്ടിക്കിടക്കായിരുന്നു. തൻ്റെ അമ്മയുടെ സ്നേഹം കണ്ട് ചന്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ തൻ്റെ അമ്മയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു. പിറ്റേന്ന് രാവിലെ
അമ്മ വിളിച്ചപ്പോഴാണ് ഞാൻ എണീറ്റത്. അമ്മ കാലത്ത് തന്നെ കുളിച്ച് എനിക്കെൻ്റെ അടുത്ത് ബെഡ് കോഫി കൊണ്ടുവച്ചിരുന്നു. ഞാൻ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വാതിൽ തുറന്നെത്തി. എന്നിട്ട് പറഞ്ഞു, ചന്തു, നേരം വൈകിയല്ലോ, നിനക്ക് വേഗം കുളിച്ച് സ്കൂളിൽ പോകാൻ നോക്ക്. നീ കുളിച്ച് വരുമ്പോഴേക്കും ഞാൻ ടിഫിൻ റെഡിയാക്കി വെക്കാം. അത് കേട്ടുടനെ ഞാൻ പെട്ടെന്ന് എണീറ്റ് എൻ്റെ റൂമിലോട്ട് പോയി പ്രാഥമിക കർത്തവ്യങ്ങളൊക്കെ ചെയ്തു കുളിച്ചു. വേഗം തേച്ച് വെച്ച് എൻ്റെ യൂണിഫോമൊക്കെ എടുത്തിട്ടു. ഡൈനിങ് ഹാളിലോട്ട് പോയി. അവിടെ അമ്മ എനിക്ക് ടിഫിൻ എടുത്ത് വെച്ച് കാത്തിരിക്കുകയായിരുന്നു. എനിക്കിഷ്ടമുള്ള വെള്ളയപ്പവും മുട്ടക്കറിയുമാണ് അമ്മ ഉണ്ടാക്കിയിരുന്നത്. ഞാൻ വേഗം ഭക്ഷണം കഴിച്ച് അമ്മയോട് യാത്ര പറഞ്ഞ് സൈക്കിളെടുത്ത് സ്കൂളിലോട്ട് പോയി. ക്ലാസ്സിലിരിക്കുമ്പോഴും ഞാൻ ഇന്നലെ രാത്രിയിൽ എൻ്റെ അമ്മയുടെ സ്നേഹത്തെപ്പറ്റി ആലോചിച്ചിരിക്കുകയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയുടെ അടുത്തെത്താൻ എൻ്റെ ഹൃദയം തുടിച്ചു. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ വേഗം സൈക്കിളെടുത്ത് എൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു. എൻ്റെ കൂട്ടുകാരോട് പോലും യാത്ര പറയാൻ ഞാൻ നിന്നില്ല. വേഗം തന്നെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. അമ്മ വന്ന് വാതിൽ തുറന്നു. അമ്മയെ കണ്ട ഉടനെ അമ്മയുടെ സൗന്ദര്യം ഞാൻ ശ്രദ്ധിച്ചു. ആ താമര പൂവിതൾ പോലുള്ള കണ്ണുകൾ, വിരിഞ്ഞ നെറ്റി, തത്തമ്മ ചുണ്ടുപോലുള്ള നല്ല ചുവന്ന ചുണ്ടുകൾ. എന്താ ചന്തു ഇങ്ങനെ നോക്കുന്നേ എന്ന് അമ്മ ചോദിച്ചു. ഞാനൊന്നും പറയാതെ അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. അപ്പോൾ അമ്മയുടെ നെഞ്ച് എൻ്റെ നെഞ്ചത്ത് മുട്ടി. അമ്മ ചിരിച്ചുകൊണ്ട് എന്നെ തള്ളി മാറ്റി. എന്തു പറ്റി ഈ ചെക്കന്? വല്ലാത്തൊരു സ്നേഹം എൻ്റെ പുന്നാര മോന്. എൻ്റെ സുന്ദരി അമ്മയെ കണ്ട ആർക്കാ സ്നേഹിക്കാതിരിക്കാൻ തോന്നാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയെ കവിളിൽ ഒന്നുകൂടി ഉമ്മ വെച്ചു. അമ്മ ചിരിയോട് എന്നോട് പറഞ്ഞു, മതി മതി, എൻ്റെ മോൻ ചെന്ന് കുളിച്ചേ, നാറന്ന് നിന്നെ. ഓക്കെ അമ്മേ, നീ കുളിച്ച് വരുമ്പോഴേക്കും ഞാൻ ചായ എടുത്ത് വെക്കാം. നിനക്കിഷ്ടമുള്ള പഴംപൊരി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദേ അമ്മ പിന്നെയും, കാലത്ത് വെള്ളയപ്പവും ഇപ്പോൾ പഴംപൊരിയും. ഐ ലവ് യു അമ്മേ, ഞാൻ ദേ കുളിച്ചു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുളിക്കാൻ പോയി. കുളിക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ അമ്മയെ തന്നെയാണ് ആലോചിച്ചു കൊണ്ടിരുന്നത്. കുളി കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാനായി അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മ അടുക്കളയിൽ ഗ്ലാസ് കഴുകുകയായിരുന്നു. ഞാൻ പിന്നിലൂടെ ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചെല്ല് ചന്തു, മേശപ്പുറത്ത് ചായയും പഴംപൊരിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെന്ന് കഴിച്ചു കഴിഞ്ഞ് കളിക്കാൻ പോകുന്നുണ്ടേ പോയിട്ട് വേഗം വന്നിരുന്ന് പഠിക്കാൻ നോക്ക്. ഏയ്, ഞാനിന്നിനി കളിക്കാനൊന്നും പോണില്ല. എൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാകും കേട്ടോ. എന്തു പറ്റി എൻ്റെ ചെക്കന്? അല്ലേ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ അപ്പോൾ ഓടുമല്ലോ കളിക്കാൻ. ഒന്നുമില്ല, ഞാൻ കളിക്കാൻ പോയാൽ എൻ്റെ പുന്നാര അമ്മ ഇവിടെ ഒറ്റയ്ക്ക് ബോറടിക്കില്ലേ? അമ്മയ്ക്കൊരു ബോറടിയില്ല. അമ്മയ്ക്കിവിടെ കുറേ പണിയുണ്ട്. നീ ഇവിടെ നിന്ന് അതൊന്നും മര്യാദയ്ക്ക് നടക്കൂല. ഓഹോ, നമ്മളിപ്പോൾ അധികപ്പറ്റായല്ലേ? ശരി ശരി, നമ്മൾ പൊക്കോളാം കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നും പോകാനൊരുങ്ങി. പിണങ്ങല്ലേ ചന്തു, എൻ്റെ മോൻ പോയി കളിയൊക്കെ കഴിഞ്ഞ് വാ, ചെല്ല്. ഏയ്, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ അമ്മേ. ഞാൻ കാരണം അമ്മയുടെ പണി മുടങ്ങണ്ട. ഞാൻ പോയി കളിച്ചിട്ടും വേഗം വരാം. ബൈ. ശരി ചന്തു, ബൈ. കളിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ കളിച്ചോട്ടാ. ആരുമായിട്ടും തല്ലൊന്നും ഉണ്ടാക്കാൻ പോകരുത് കേട്ടോ എന്നും പറഞ്ഞ് അമ്മ എൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ കവിളിൽ ഉമ്മ തന്നു. ഞാൻ അമ്മയെ തിരിച്ച് കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല കേട്ടോ, ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നും കളിക്കാൻ പോയി. ഗ്രൗണ്ടിൽ പോയി ക്രിക്കറ്റ് കളിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അമ്മയുടെ മുഖമായിരുന്നു. എനിക്കതിൽ എന്തോ ആശ്ചര്യം തോന്നി. എനിക്ക് ഇങ്ങനെയൊന്നും തോന്നാത്തതാണല്ലോ, അതും സ്വന്തം അമ്മയെ. എന്താ എനിക്ക് പറ്റിയത്? ഞാൻ സ്വയം ആലോചിച്ചു കൊണ്ടിരുന്നു. കളിക്കുമ്പോൾ ബാറ്റിംഗ് കിട്ടാൻ തല്ലുണ്ടാക്കിയിരുന്ന ഞാൻ എൻ്റെ ബാറ്റിംഗ് വന്നിട്ടും ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്ത് അമ്മയെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരുന്നു. എനിക്ക് പെട്ടെന്ന് എൻ്റെ അമ്മയെ കാണാൻ തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ കളി മതിയാക്കി വീട്ടിലേക്ക് ഓടി. കളി കഴിയുന്നതിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് പോയി എന്നെ കൂട്ടുകാർ തെറി വിളിക്കുന്നുണ്ടായി. ഞാനതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം എൻ്റെ മനസ്സ് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്താൻ കൊതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വേഗം ഓടി വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. അമ്മ വന്ന് വാതിൽ തുറന്നു. അമ്മ ആകെ വിയർത്ത് കുളിച്ചിരുന്നു. പണി ചെയ്ത് ക്ഷീണിച്ച് നിൽക്കുകയായിരിക്കും പാവം.
ഞാൻ മനസ്സിൽ കരുതി. അമ്മയുടെ കഴുത്തിലൂടെ വിയർപ്പ് കണങ്ങൾ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായി. ആ വിയർപ്പ് കുടിക്കാൻ എൻ്റെ മനസ്സെന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു. എന്നെ കണ്ട അമ്മ പറഞ്ഞു, ആഹാ, എൻ്റെ മോൻ ഇത്ര പെട്ടെന്ന് വന്നോ? അമ്മ പണിയിലായിരുന്നു ചന്തു. അമ്മയെ നോക്കിക്കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ഞെട്ടി. ആ അമ്മേ, ഞാൻ പെട്ടെന്ന് വന്നു, ഞാൻ പോയി പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് വേഗം പോയി. ഞാൻ പോകുന്നത് കണ്ട് അമ്മ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് കുറച്ചുകൂടി പണിയുണ്ട് ചന്തു, അത് കഴിഞ്ഞ് കുളിച്ച് വിളക്ക് വെച്ചിട്ട് വരാം കേട്ടോ. ആ അമ്മേ. ഞാൻ റൂമിലോട്ട് പോയി ബുക്കൊക്കെ സ്റ്റഡി ടേബിളിൽ എടുത്ത് വെച്ചു. എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മയുടെ മുഖം മാത്രം എൻ്റെ മനസ്സിൽ വരുന്നു. കുറച്ചു നേരം മുമ്പ് കണ്ട അമ്മയുടെ വിയർത്ത് കുളിച്ച് നിന്ന രൂപം എൻ്റെ കൺമുന്നിൽ നിന്നും മായുന്നില്ല. എനിക്കെന്താ പറ്റിയത്? എന്താ ഞാൻ എൻ്റെ അമ്മയെപ്പറ്റി മാത്രം ആലോചിക്കുന്നത്? എനിക്കെന്താ പറ്റിയത് എന്ന ഓരോരോ ചോദ്യങ്ങൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. എല്ലാത്തിനും അവസാനം എനിക്കൊരുത്തരം എൻ്റെ മനസ്സ് തന്നെ തന്നു. ആ ഉത്തരവായിരുന്നു പ്രണയം. അതെ, എനിക്ക് എൻ്റെ നന്ദിനിക്കുട്ടിയോട് പ്രണയമായിരുന്നു. അമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നേയില്ല. എനിക്കെന്തോ പെട്ടെന്ന് തന്നെ അമ്മയെ കാണാൻ തോന്നി. ഞാൻ വേഗം അമ്മയുടെ റൂമിലോട്ട് പോയി കതക് തുറന്ന് അകത്ത് കടന്നു. അപ്പോൾ അമ്മ കുളി കഴിഞ്ഞ് ഈറനണിഞ്ഞ മുടി തോർത്തുമുണ്ട് കൊണ്ട് തലയുടെ മുകളിലേക്ക് കെട്ടി ഒരു നീല കളർ മാക്സി ഇട്ടുകൊണ്ട് എന്നെ നോക്കി ചിരിച്ചു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. എന്താ ചന്തു, പഠിക്കാനൊന്നുമില്ലേ? ആവോ അമ്മേ, എനിക്കെന്തോ മൂടില്ല പഠിക്കാൻ, ബോറടിക്കുന്നു. എനിക്ക് നിനക്ക് ടി വി കാണായിരുന്നില്ലേ? അല്ലേ ഫോണിൽ കുറച്ചു നേരം കളിക്കായിരുന്നില്ലേ? ഏയ്, അതിനൊന്നും ഒരു സുഖവും തോന്നുന്നില്ല. എന്തു പറ്റി എൻ്റെ മോന് എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു. നല്ല ചന്ദ്രിക സോപ്പിൻ്റെയും കാച്ചിയ വെളിച്ചെണ്ണയുടെയും മണം എൻ്റെ മൂക്കിലോട്ടടിച്ച് കയറി. അമ്മ അടുത്ത് വന്നപ്പോൾ കുളിച്ചതിൻ്റെ വെള്ളം കണങ്ങൾ അമ്മയുടെ കഴുത്തിലും മുഖത്തും കണികളായി നിൽക്കുന്നത് കണ്ടു. എന്തോ എൻ്റെ അമ്മയെ ഒരു പ്രത്യേക സൗന്ദര്യം എനിക്ക് ഫീൽ ചെയ്തു. നന്ദിനിക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് ആ ചുവന്ന ചുണ്ടുകൾ ഉമ്മ വയ്ക്കാൻ എനിക്ക് തോന്നി. എങ്കിലും എങ്ങനെ പ്രതികരിക്കുമെന്നറിയാത്ത കൊണ്ട് ഞാൻ സ്വയം നിയന്ത്രിച്ചു. അടുത്തേക്ക് വന്ന അമ്മ എൻ്റെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട്, ചൂടുണ്ടോ എൻ്റെ മോന്? പനിയെങ്ങാനും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ, ഞാൻ എൻ്റെ റൂമിലോട്ട് പോവുക പഠിക്കാൻ എന്ന് പറഞ്ഞ് അവിടെ നിന്നും വേഗം സ്കൂട്ടായി. കാരണം എനിക്കറിയായിരുന്നു, ഇനിയും ഞാൻ അവിടെ നിന്നാൽ ഞാൻ ചിലപ്പോൾ നന്ദിനിക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയോ മറ്റോ ചെയ്താൽ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ പേടിച്ച് വേഗം റൂമിലേക്ക് പോന്നു. അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ അമ്മയെ നോക്കാതെയും കൂടുതലൊന്നും സംസാരിക്കാതെയും കടന്നു നീക്കി. അമ്മയ്ക്കും എൻ്റെ സ്വഭാവത്തിൽ എന്തോ പന്തികേട് തോന്നി. എന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായി. ഇനി അമ്മയ്ക്ക് വേറെ സംശയമൊന്നും വേണ്ടെന്ന് കരുതി ഞാൻ സാധാരണ പോലെ തന്നെ പെരുമാറാൻ തുടങ്ങി. എങ്കിലും എൻ്റെ അമ്മയുടെ സൗന്ദര്യം എൻ്റെ കൺമുന്നിൽ നിറഞ്ഞു നിന്നു. അങ്ങനൊരു ശനിയാഴ്ച ഞാൻ കാലത്ത് പതിവ് പോലെ തന്നെ എനിക്ക് ക്ലാസ് ഉണ്ടായി. ഞാൻ അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങി. സ്കൂളിലെത്തി ക്ലാസ്സൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നത്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നമ്മുടെ സ്കൂളിലെ ടീച്ചിങ് സ്റ്റാഫായ റാണി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. നമുക്കെല്ലാവർക്കും അവരുടെ ആത്മാവിന് വേണ്ടി 1 മിനിറ്റ് മൗനപ്രാർത്ഥന നടത്താം. മൗനപ്രാർത്ഥനയ്ക്ക് ശേഷം പ്രിൻസിപ്പൽ പറഞ്ഞു, ഇന്ന് ഈ പീരീഡിന് ശേഷം നിങ്ങൾക്ക് ലീവായിരിക്കും. ഞാൻ വാച്ചിൽ സമയം നോക്കി. സമയം 10:45 കഴിഞ്ഞു. 11 മണിവരെ ക്ലാസ് ഉണ്ടാകും. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്താം. 11 മണിയായപ്പോൾ ലോങ് ബെല്ലടിച്ചു. ഞാൻ ബാഗ് എടുത്ത് പോകാൻ ഒരുങ്ങിയപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജിത്തു പറഞ്ഞു, എടാ, നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഇന്ന് ഫിലിമിന് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. നീ വരുന്നോ? 12 മണിക്കാ ഷോ. അടിപൊളി പടമാണെന്ന് കേൾക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഇല്ലടാ, ഞാനില്ല, എനിക്കൊരു സുഖമില്ല, എന്തോ തലവേദന പോലെ. ഞാൻ ഉച്ചയ്ക്ക് പോകാൻ തന്നെ കരുതിയിരിക്കുകയായിരുന്നു.
എന്നവരോട് നുണ പറഞ്ഞു. എന്നാൽ ഓക്കെ, ഞങ്ങളൊക്കെ പോണുണ്ട്, നിനക്ക് വരാൻ പറ്റുകയാണെങ്കിൽ വായോ, ഇല്ലേൽ ഒരു $200 എടുക്കാനുണ്ടെങ്കിൽ തന്നിട്ട് പോടാ. എടാ, എൻ്റെ ആകെ 100 രൂപയുള്ളൂ, അത് മതിയെങ്കിൽ ഇന്നാ എന്ന് പറഞ്ഞ് ഞാൻ 100 രൂപ അവൻ്റെ നേരെ നീട്ടി. അവനത് വാങ്ങി താങ്ക്സ് മച്ചാ എന്ന് പറഞ്ഞു. സിനിമയുടെ കഥ ഞാൻ വന്നിട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ബാഗ് എടുത്തു പോയി. ഞാനും പതുക്കെ ബാഗ് എടുത്തു സൈക്കിൾ ചവിട്ട് വേഗത്തിൽ വീട്ടിലെത്താൻ പരിപാടി നോക്കി. ഞാൻ അങ്ങനെ 20 മിനിറ്റിൽ വീട്ടിലെത്തി. കോളിംഗ് ബെല്ലടിച്ചു. ആരും കതക് തുറന്നില്ല. ഞാൻ വീണ്ടും കോളിംഗ് ബെല്ലടിച്ചു. അമ്മ കതക് തുറക്കാതായപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ കതക് തുറക്കാൻ നോക്കി. ഞാനൊന്ന് പതിയെ തള്ളിയപ്പോഴേക്കും വാതിൽ തുറന്നു വന്നു. ഞാൻ വേഗം ഉള്ളിൽ കയറി അമ്മയെ നോക്കി. അമ്മ അടുക്കളയിലൊന്നും കണ്ടില്ല. TV ഓണാക്കി കിടക്കുന്നുണ്ട്. TV-യിൽ മനോജ് കെ ജയൻ്റെ ചുരം സിനിമ കളിക്കുന്നുണ്ടായി. ഞാൻ അമ്മ കുളിക്കുകയായിരിക്കും എന്ന് കരുതി അമ്മയുടെ റൂമിലോട്ട് ഓടിച്ചെന്നു. ചെന്നുള്ളിലുള്ള ഭയം കൊണ്ട് കതക് പെട്ടെന്ന് തള്ളി തുറന്നു. കതക് തുറന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഞാൻ ശരിക്കും ഞെട്ടിത്തരിച്ച് നിന്നുപോയി. അമ്മ തൻ്റെ കിടക്കയിൽ കിടന്ന് ഫോണിൽ എന്തോ വീഡിയോ ഓണാക്കി ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നു. എന്നെ കണ്ട ഉടനെ അമ്മ ഞെട്ടി എണീറ്റു. പെട്ടെന്ന് തന്നെ കിടക്കയിൽ എണീറ്റിരുന്നു. എന്നിട്ട് ചമ്മലോടെയും എന്തോ നാണം കൊണ്ടും ചളിപ്പും എല്ലാ വികാരവും കൊണ്ട് വിക്കി വിക്കി എന്നോട് ചോദിച്ചു, മോൻ എപ്പോൾ വന്നു? എന്താ ഇന്ന് നേരത്തെ? ഞാനൊന്നും പറയാതെ അമ്മയുടെ റൂമിൻ്റെ കതകടച്ച് അവിടെ നിന്നും എൻ്റെ റൂമിലോട്ട് വേഗം പോയി. റൂമിൽ പോയിട്ടും ആ കണ്ട കാഴ്ച എൻ്റെ മനസ്സിൽ നിന്നും പോയിരുന്നില്ല. ഇതായിരുന്നു എൻ്റെ മനസ്സിൽ അലട്ടിയിരുന്നത്. അങ്ങനെ സമയം കടന്നുപോയി. സമയം ഒരു 1 മണിക്കടുത്താകവേ എൻ്റെ കതകിൻ്റെ പുറത്ത് ഒരു കാൽപ്പെരുമാറ്റം ഞാൻ കേട്ടു. ഞാൻ ഉറങ്ങിയ പോലെ കിടന്നു. കാരണം എനിക്ക് മനസ്സിലായിരുന്നു അതെൻ്റെ അമ്മയാണെന്ന്. അമ്മ എൻ്റെ കതക് തുറന്ന് ലൈറ്റിട്ട് എന്നെ നോക്കി. ഞാൻ ഉറങ്ങിയ പോലെ കിടക്കുന്ന കണ്ട് അമ്മ പോകാനൊരുങ്ങി. അമ്മേ, പോകല്ലേ, ഞാൻ ഉറങ്ങിയിട്ടില്ല. മോൻ ഉറങ്ങിയില്ലേ? ഇല്ലമ്മേ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായില്ല. എനിക്ക് എന്തോ പോലെ. എനിക്ക് ഉറക്കം വന്നില്ല മോനു. മോൻ ഉറങ്ങിയില്ലെങ്കിൽ മോനോട് സംസാരിക്കാനാണ് അമ്മ വന്നത്. എനിക്ക് മനസ്സിലാവും അമ്മേ. അമ്മയോട് ക്ഷമിക്കും മോനെ. അമ്മ അച്ഛൻ വരേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ഗൾഫിൽ ഭർത്താക്കന്മാരുള്ള എല്ലാ സ്ത്രീകളുടെ അഭയവിധ. അല്ലെങ്കിൽ അവർ മറ്റുള്ള പുരുഷന്മാരെ തേടി പോകുന്നത് തൻ്റെ ഭർത്താവിനെ ചതിക്കുകയല്ലേ? പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഞാനും അമ്മയും ഞെട്ടി. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കുമോ വരുന്നത്. അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് മെസ്സേജ് അയക്കാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ആ ലിങ്ക് വഴി എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ബാക്കി സ്റ്റോറി തരാം. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോറിയായിട്ട് യൂട്യൂബിൽ വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.